ഒരു കാലത്ത് കെ പി സി സിക്ക് ഒരു പ്രസിഡന്റ്, രണ്ട് വൈസ് പ്രസിഡന്റുമാർ, രണ്ട് ജനറൽ സെക്രട്ടറിമാർ, രണ്ട് ജോയിന്റ് സെക്രട്ടറിമാർ, ഒരു ട്രഷറർ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. അക്കാലത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരുന്നു. ഭാരവാഹിത്വ സ്ഥാനങ്ങളിൽ യഥാർത്ഥ നേതാക്കൾ മാത്രമാണ് എത്തിച്ചേർന്നിരുന്നത്. അവരെയൊക്കെ കേരളീയർ അറിയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വൈസ് പ്രസിഡന്റുമാർ 15ഓളം, ജനറൽ സെക്രട്ടറിമാർ 60-നടുത്ത്, ഇതിനു പുറമെ ഒട്ടേറെ ജോയിന്റ് സെക്രട്ടറിമാർ. കോൺഗ്രസ് പാർട്ടി ഒരു അത്ഭുതമാണ്. വെറും അത്ഭുതമെന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര അത്ഭുതമെന്ന് തന്നെ നാടൻ ഭാഷയിൽ പറയണം. ഉദാഹരണത്തിന്, കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വച്ച് ഏറ്റവും നാണം കെട്ട ഒരു ആരോപണം. ആ ആരോപണത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി. സത്യാവസ്ഥകൾ അറിഞ്ഞു ബോധ്യപ്പെട്ടതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. എന്നാൽ പുള്ളിക്കാരൻ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ ശബ്ദമായി മാധ്യമങ്ങളോടും മറ്റും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പാർട്ടിയുടെ പേരിൽ MLA ആയി തുടർന്നു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. പാർട്ടിയിൽ നിന്നും പുറത്തായിട്ടും ഒരു പാർട്ടിക്കാരനായി പാർട്ടി നേതാക്കളുടെയും അണികളുടെയും ഇടയിൽ ജീവിക്കുക എന്ന സാഹചര്യം കോൺഗ്രസ് പാർട്ടിയിലല്ലാതെ മറ്റെവിടെയാണ് കാണാൻ കഴിയുക? ഇതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടി ഒരു അത്ഭുതമാണ് എന്ന്. അതേസമയം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ കോൺഗ്രസ് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും വിമർശിക്കുകയും പലതവണ പാർട്ടിയെ പ്രതിസന്ധിയിൽ നിർത്തുകയും ചെയ്ത ഒരു വ്യക്തി. ധൈര്യമുണ്ടെങ്കിൽ എനിക്കെതിരെ നടപടിയെടുത്ത് കാണിക്കുകയെന്ന് പറയാതെ പറഞ്ഞ ആ വ്യക്തി ഇന്നും കോൺഗ്രസിൽ തുടർന്നു വരികയാണ്. ശശി തരൂരിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും ഇപ്പോൾ അവകാശവാദം ഉന്നയിച്ച് രംഗത്തുള്ള അതേ ശശി തരൂർ. പല ഘട്ടങ്ങളിലും പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരു ചെറു വിരൽ പോലും പാർട്ടി അനക്കിയിട്ടില്ല. ഇതും കൂടി ചേർത്താണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി ഒരു അത്ഭുതമാണ് എന്ന്. സംസ്ഥാന തലസ്ഥാന ജില്ലയിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി തോൽക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മുൻ DCC അധ്യക്ഷൻ പാലോട് രവി. ആ ഒരു പ്രസ്താവനയുടെ പേരിൽ പുള്ളിക്കാരൻ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്താവുകയും ചെയ്തു. രാജിക്കത്ത് എഴുതി വാങ്ങിക്കുകയായിരുന്നു. ഇപ്പോൾ മാത്രമല്ല, നേരത്തെ പലതവണ പുള്ളിക്കാരൻ പാർട്ടിയെ പ്രതിസന്ധിയിൽ നിർത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം MG കോളേജിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാൽ ബോംബെറിഞ്ഞ് തകർത്ത ABVP പ്രവർത്തകരെ വെറുതെ വിടണം എന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയ ഒരു മഹാൻ കൂടിയാണ് ഇദ്ദേഹം. ഇപ്പോൾ KPCC വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായി നിയമിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തെ. KPCC വൈസ് പ്രസിഡന്റ് പദവി അത്ര വലിയ പോസ്റ്റാണോ എന്ന് ചോദിച്ചാൽ ആയിരുന്നു, എന്നാൽ ഇപ്പോൾ അല്ല എന്ന് പറയേണ്ടി വരും. 13 വൈസ് പ്രസിഡന്റുമാരിൽ ഒരാൾ മാത്രമാണ് പാലോട് രവി. പാലോട് രവി DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുമായി ബന്ധപ്പെട്ട് അന്ന് നടന്ന ഒരു ചർച്ച ഈ സാഹചര്യത്തിൽ നിങ്ങൾ കാണണം. പാലോട് രവിയുടെ കണക്കിലെ 50 മുതൽ 60,000 വരെയുള്ളൂ. വിജയിക്കാനുള്ള പണി BJP എടുക്കും. അല്ല, ആ പണി എന്താണെന്നുള്ളത് നമുക്ക് കാണാം. നേമത്ത് ആ പണി എടുത്തതാണല്ലോ, ഒടുവിലുള്ള അക്കൗണ്ട് പൂട്ടിയിട്ടല്ലേ പോയത്. നോക്കൂ, ഇവിടെ വർഗീയ ശക്തികൾ വരാൻ വോട്ട് നേടുന്നു എന്നുള്ള ഒരു സാഹചര്യം വന്നാൽ കേരളത്തിലെ മനുഷ്യരൊന്നിക്കും. ഞാൻ 2015 നമ്മുടെ റിപ്പോർട്ടർ ടിവിയിൽ അന്നത്തെ ക്ലോസ് എൻകൗണ്ടർ പരിപാടിയിൽ അന്ന് KPCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന VD സതീശൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതിയുടെ കരിനിഴലിലാണ് എന്നാണ് പറഞ്ഞത്. അന്ന് വലിയ പ്രതിരോധത്തിലാക്കി. അന്ന് കൊടിക്കുന്നിൽ സുരേഷിനെതിരെയൊക്കെ പിന്നീട് അദ്ദേഹം ബൈറ്റ് കൊടുക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഉമ്മൻചാണ്ടി വിരുദ്ധനാണ് എന്ന മട്ടിലുള്ള ബൈറ്റൊക്കെ അന്ന് ഈ VD സതീശൻ കൊടുക്കുന്നുണ്ട്. അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ഒരു സ്റ്റേറ്റ്മെന്റിലൊന്നായിരുന്നു അന്ന് VD സതീശൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അഴിമതിയുടെ കരിനിഴലിലാണെന്ന് സ്വന്തം മുന്നണിയിലെ പാർട്ടിയിലെ ഒരു MLA എന്ന് പറയുകയാണ്. നമ്മുടെ റിപ്പോർട്ടിലെ എൻകൗണ്ടർ അന്ന് നികേഷ് കുമാറിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്ന ഒരു വാചകം. അങ്ങനെ അത്രയും അപകടത്തിലാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, മാധ്യമങ്ങളുടെ മുന്നിലല്ല കൊടുത്തത്. കടുംവെട്ട് ക്യാബിനറ്റ് എന്ന പദപ്രയോഗം ഇതൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ അന്ന് VD സതീശൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഏതെങ്കിലും ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ പോയി പാലോട് രവി കൊടുത്തതല്ല. പാലോട് രവി സ്വകാര്യമായിട്ട് പറഞ്ഞൊരു കാര്യം അത് പുറത്തു വന്നു. അതെങ്ങനെ വാർത്തയായത്? ഇതാണ് പാർട്ടിയുടെ അവസ്ഥ എന്ന് ജില്ലാ അധ്യക്ഷൻ പറയുന്നത് സ്വാഭാവികമായി നമ്മുടെ കയ്യിലൊരു ബൈറ്റായിട്ട് കിട്ടിയാൽ അത് വാർത്തയായിട്ട് തീരും. കാര്യം ഒരു ജില്ലാ അധ്യക്ഷന്റെ കൺസേൺ ആണ്. ആ കൺസേൺ പറയുന്ന കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നതിനും അപ്പുറം നിങ്ങൾ യു ആർ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ. അതാണ്, നിങ്ങൾ മെസ്സഞ്ചറെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ മെസ്സേജിനെ നിങ്ങൾ കാണാതെ പോകുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? വെട്ടിലാക്കുമ്പോൾ എന്താണ് വെട്ടിലാക്കിയത്? ആരാണ്? ഞാൻ ഇപ്പോഴും പറയുന്നു, വെട്ടിലാക്കിയത് ഈ പറയുന്ന പാലോട് രവി അല്ല. പാലോട് രവി ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ മുന്നിൽ വന്ന് നിന്ന് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ പാലോട് രവി
വെട്ടിലാക്കിയെന്ന് ഞാൻ പറയും. പക്ഷേ പാലോട് രവി താഴെയുള്ളൊരു പ്രവർത്തകരോട് പറയുന്നു, അതിങ്ങനെ പറയണോ വേണ്ടോ എന്നുള്ളത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ്. പക്ഷേ അത് പുറത്ത് ലീക്കാക്കുന്നതാണ് കോൺഗ്രസിനുള്ളിലെ ദൗർബല്യം. അതിലെവിടെയാണ് പാലോട് രവിയാണ് വെട്ടിലാക്കിയതെന്ന് പറയാൻ പറ്റുക? ആ ശബ്ദരേഖ വെട്ടിലാക്കിയത് നമ്മൾ ജലീൽ വെട്ടിലാക്കിയതാണ് ചർച്ച ചെയ്യുന്നത്. ജലീലാണ് വെട്ടിലാക്കിയത്. ആണോ? അപ്പൊ വെട്ടിലാക്കിയോ എന്നുള്ള ചോദ്യം ആ ശബ്ദ സംഭാഷണം പാർട്ടിയെ വെട്ടിലാക്കുന്നത് എങ്ങനെയാണ്? അത് പുറത്തു വരുമ്പോഴാണ്. അത് കഴിഞ്ഞ ഏപ്രിൽ പുറത്തു വന്നതാണ്. ഏപ്രിൽ ഇവർ തമ്മിൽ നടത്തിയ സംഭാഷണം ഇപ്പോൾ പുറത്തു വരണമെങ്കിൽ ആ പാർട്ടിക്കുള്ളിൽ പാലോട് രവിക്കെതിരെ ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട്. പാലോട് രവിക്കെതിരെ നീക്കം നടക്കുന്ന വിഭാഗമാണെന്ന് പുറത്തുവിട്ടത്. അപ്പൊ വെട്ടിലാക്കിയതാരാ? പാലോട് രവിയാണോ? പാലോട് രവിക്കെതിരെ നീക്കം നടത്തിയവരാണോ? പാലോട് രവിക്കെതിരെ നീക്കം നടത്തിയവരാ? ഇപ്പം നിങ്ങൾ CPM-ഉമായിട്ടോ ഒരു പരിധി അതന്നെയാണ് പി ജെ കുര്യൻ പറഞ്ഞത്. നിങ്ങൾ SFI പ്രവർത്തകരെ നോക്കൂ, അവർ സമരങ്ങൾ ചെയ്യുന്ന കാണുന്നില്ലേ? എന്നാൽ അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരിൽ പലരും ചിലരൊക്കെ പുറത്ത് നമ്മൾ കാണാറുണ്ട്, ചിലരൊക്കെ റീലിട്ട് കളിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവിടെ നിൽക്കുന്നു. നോക്കൂ, എല്ലാ നേതാക്കളും ഇത് തന്നെയാണ് പറയുന്നത്. ഇതിനകത്ത് പാലോട് രവി പറയുമ്പോൾ മാത്രം ഒരു വലിയ രീതിയിൽ പാലോട് രവിക്കെതിരെ പടയൊരുക്കം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു കോൺസ്പിരസി പാലോട് രവിക്കെതിരെ ഉണ്ട്. എങ്ങനെയാണ് കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുന്നത്? കോൺഗ്രസ് ഇന്ന് പല സംസ്ഥാനങ്ങളിലും എടുക്കാച്ചരക്കായി മാറിയിട്ടില്ലേ? അവിടെ BJP വളർന്നിട്ടില്ലേ? എടുക്കാച്ചരക്കായി മാറിയത് എങ്ങനെയാ? കോൺഗ്രസിലുള്ളവർ തന്നെ നേരിട്ട് BJP-യിലേക്ക് പോയിട്ടല്ലേ എടുക്കാച്ചരക്കായിട്ട് മാറുന്നത്? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നു നോക്കൂ. ഞാൻ തൃശ്ശൂർ മാത്രം പറയാം, അതിനുമുമ്പ് വർഭാഷം ഒന്ന് ഫിൽ ചെയ്യട്ടെ. 60 അസംബ്ലി മണ്ഡലങ്ങളിലെങ്കിലും എന്താണ് BJP എന്താ ചെയ്യാൻ പോകുന്നത്? അവിടെ BJP സപ്പോർട്ട് ചെയ്യല്ല. BJP എങ്ങനെയാ അവിടെ ജയിക്കാൻ പോകുന്നത്? അഥവാ ജയിക്കാൻ പോകുന്നതെന്ന് പറയുന്നില്ല. 50,000-നും 60,000-നും ഇടയ്ക്ക് വോട്ട് BJP കാശിറക്കി പിടിക്കാൻ പോവാണ് എന്നാണ് പറയുന്നത്. എന്റെ സംശയമല്ല, BJP കാശിറക്കി വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞതാണോ ഇപ്പൊ രാജിവെക്കേണ്ടി വരുന്നത്? അതൊരു DCC ഇത് ഓരോന്നോരോന്നായിട്ട് പറയണല്ലോ. ഇത് എവിടെയാണ് പാലോട് രവി പാർട്ടിയിൽ വിരുദ്ധമായിട്ടൊരു കാര്യം പറഞ്ഞത്? എന്താണ് എനിക്ക് മനസ്സിലാവാത്തത്? ഇനി മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും, അതല്ലേ യാഥാർത്ഥ്യം എന്ന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ കരുതുന്നു. അതിനുവേണ്ടിയാണല്ലോ ഇപ്പോൾ 100 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. ഏത് കണക്കാണെന്ന് എനിക്ക് ഇനി എത്ര ആലോചിച്ച് മനസ്സിലാവുന്നില്ല. ഈ 100 സീറ്റ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്താൽ ഒരു കണക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കനുസരിച്ച് 114 നടത്തി. അല്ല, അവിടെ ആ ലീഡാണ്. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? എന്താണ് 2019 കണ്ടത്? 2019 കണ്ടിട്ട് 2 വർഷം കഴിഞ്ഞപ്പം താഴേക്ക് വീണില്ലേ? ആകെ ഉണ്ടായിരുന്ന 22 ഒരു സീറ്റും കൂടെ കുറഞ്ഞ് 21 ആയില്ലേ? ആ സാഹചര്യത്തിലേക്ക് മാറുന്നില്ലേ? നോക്കൂ, ഇനി മുസ്ലിങ്ങൾ വിഭാഗത്തിൽപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകും. കോൺഗ്രസിലുള്ള ചില ആളുകൾ BJP-യിലേക്ക് പോകും. അതാണ് ഏറ്റവും കൗതുകരമായ കാര്യം. പറയുന്നത് ആരാ? പാർട്ടി അധ്യക്ഷനാ. എന്നാൽ അത് വസ്തുതാപരമായി നമുക്ക് ചെക്ക് നോക്കാം. കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളുകൾ BJP-യിലേക്ക് പോകുമോ ഇല്ലയോ? പാലോട് രവി പറഞ്ഞ വസ്തുത വിരുദ്ധമാണോ? കോൺഗ്രസ് ഉണ്ടായിരുന്ന നേതാവല്ലേ പത്മജ വേണുഗോപാൽ, BJP-യിലേക്കല്ലേ? കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളല്ലേ അനിൽ ആന്റണി, പോയത് BJP-യിലേക്കല്ലേ? കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരു പഴയ KPCC അധ്യക്ഷനല്ലേ വേണമെന്ന് വെച്ചാൽ ഞാൻ BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞത്? അപ്പൊ ഇത് ഇന്ത്യയിൽ തന്നെ നോക്കൂ, കോൺഗ്രസിൽ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കളിൽ പലരും ഇപ്പോ കസരിട്ടിരിക്കുന്നത് എവിടെയാ? BJP-യുടെ ക്യാബിനറ്റിലും BJP-യുടെ പദവിയിലും തന്നെ പോയി ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇതാണ് യാഥാർത്ഥ്യം. ഇത് പാലോട് രവി പറഞ്ഞതിന് രാജി ആവശ്യപ്പെടുകയാണോ വേണ്ടത്? ആ മെസ്സേജിനെ നിങ്ങൾ അഡ്രസ് ചെയ്യാണോ വേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ. നിങ്ങൾ സന്ദേശവാഹകനെയാണ് വെടിവെക്കുന്നത്, സന്ദേശത്തെ അല്ല നിങ്ങൾ അഡ്രസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പാർട്ടി ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയം പാലോട് രവി പറയുന്നില്ലേ? ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നോക്കൂ, ബ്ലോക്ക് ഭാരവാഹികൾ എന്ന് പറയുന്നത് ഇല്ല. പലയിടങ്ങളിലും താഴെ ഇറങ്ങി പ്രവർത്തിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. വാർഡ് കമ്മിറ്റിയുടെ കാര്യത്തിൽ ബോഗസാണ്, ആ ലിസ്റ്റ് ബോഗസ് ആണെന്ന് പറയാണ്. അത് വസ്തുതയാണെങ്കിൽ അത് പാർട്ടി അഡ്രസ് ചെയ്യണ്ടേ? അത് പറഞ്ഞ പാർട്ടി അധ്യക്ഷനെ പുറത്താക്കണോ എന്നുള്ളതാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞത്, നാട്ടിലിറങ്ങി പ്രവർത്തിക്കാൻ, കാര്യങ്ങളൊക്കെ ജനങ്ങളോട് നേരാമണ്ണം സംസാരിക്കാൻ 10% സ്ഥലങ്ങളിൽ മാത്രമേ പ്രവർത്തകരുള്ളൂ. ഇതാണ് ഈ പാർട്ടിയുടെ അവസ്ഥ. ഇങ്ങനെ പോയാൽ 3ാമത്തെ തവണയും ആര് വരും? മാർക്സിസ്റ്റ് പാർട്ടി വരും. തൃശ്ശൂരിൽ BJP വിജയിച്ചപ്പോ ആർക്കാ വോട്ട് നഷ്ടപ്പെട്ടത്? ആ കണക്ക് നമ്മൾ പറഞ്ഞു പോകണമല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 50,000 60,000 വോട്ടുകൾ BJP പിടിക്കുകയാണെങ്കിൽ അത് ആരുടെ പോക്കറ്റിൽ നിന്ന് പോകുമെന്നതിന്റെ എക്സാമ്പിളാണ്, ക്ലാസിക് എക്സാമ്പിളാണ് തൃശ്ശൂരിൽ എത്ര ഭൂരിപക്ഷം? 74,000 ആയിരുന്നല്ലോ ഭൂരിപക്ഷം, അല്ലേ? ആ 74,000 ഭൂരിപക്ഷം കിട്ടിയപ്പോൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന വോട്ടിൽ എത്രയാ കുറഞ്ഞത്? 87,000 വോട്ടാ കുറഞ്ഞത് കോൺഗ്രസിന്റെ പക്കൽ നിന്ന്. കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ. തൃശ്ശൂരിൽ 4,15,000 ആയിരുന്നു TN പ്രതാപൻ ഉണ്ടായിരുന്നത്. K മുരളീധരൻ മത്സരിക്കാൻ വന്നപ്പോൾ അത് 3,22,000 ചുരുങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കണം. അതേസമയം CPI-യുടെ സ്ഥാനാർത്ഥി രാജാജി മത്സരിക്കുന്ന സമയത്തുണ്ടായിരുന്നത് 3,21,000 ആയിരുന്നു. VS സുനിൽകുമാർ മത്സരിക്കാൻ വരുമ്പോൾ അത് 3,37,000 ഉയർന്നു. അതായത് ഇടതുപക്ഷത്തിന്റെ വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ 16,000 വോട്ട് കൂടി, കോൺഗ്രസിന്റെ വോട്ട് 87,000 കുറഞ്ഞു. ഭൂരിപക്ഷം ആരുടെ കൂടി? BJP-യുടെ കൂടി. എന്ന് പറഞ്ഞാൽ BJP പിടിക്കുന്ന വോട്ടിലെ സിംഹഭാഗവും പോകുന്നത് കോൺഗ്രസിന്റെ പോക്കറ്റിൽ നിന്നാണ്. അതാണ് പാലോട് രവി പറഞ്ഞത്. അപ്പോൾ 60 മണ്ഡലങ്ങളിൽ BJP 50,000 മുതൽ 60,000 വരെ വോട്ട് പിടിക്കുകയാണെങ്കിൽ വിജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? 50,000 മുതൽ 60,000 വരെ വോട്ട് പിടിക്കുകയാണെങ്കിൽ ആ വോട്ട് ആരിൽ നിന്ന് ചോർന്നു പോകുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടാണ് പാലോട് രവി പറഞ്ഞത്. അങ്ങനെ വന്നാൽ VD സതീശൻ പറയുന്ന 100 പോയിട്ട് ഇപ്പോഴുള്ള 22. ഡോക്ടർ, ഞാൻ ചോദിക്കട്ടെ, പാലോട് രവിയുടെ കണക്കിലെ 50 മുതൽ 60,000 വരെ ഉള്ളൂ. വിജയിക്കാനുള്ള പണി BJP എടുക്കും. അല്ല, ആ പണി എന്താണെന്നുള്ളത് നമുക്ക് കാണാം. നേമത്ത് ആ പണി എടുത്തതാണല്ലോ. ഒടുവിലുള്ള അക്കൗണ്ട് പൂട്ടിയിട്ടല്ലേ പോയത്. അതേപോലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തൊക്കെ
ചെരുപ്പാക്കി പൂട്ടാനൊക്കെ ഉള്ള നേതാക്കൾ ഈ 50,000 60,000 വോട്ടൊന്നും കിട്ടിയാലൊന്നും അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് ജയിക്കാൻ കഴിയില്ല. ഇപ്പൊ നിയമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ഇതാണല്ലോ സ്വപ്നം. സമയമുണ്ടല്ലോ. നിയമം സ്വപ്നമൊന്നുമല്ല. നിയമത്ത് സ്വപ്നമൊന്നുമല്ല. നല്ല വൃത്തിക്ക് പണിയെടുക്കുന്നുണ്ട്. എന്തായാലും പാലോട് രവി പറഞ്ഞതുപോലെ 10% മാത്രമല്ല 100% ഇടങ്ങളിലും ബൂത്ത് തലത്തിൽ മുതൽ പ്രവർത്തകർ. പ്രവർത്തകരൊക്കെ പണ്ടുകൊണ്ടെന്നേ നിയമത്തിന്റെ പ്രവർത്തകരില്ലാഞ്ഞിട്ടാണോ അക്കൗണ്ട് കൂട്ടിയത്? അത് സംയുക്ത ഓപ്പറേഷൻ ആയിരുന്നു ഇന്ത്യ മുന്നണിയുടെ. ഇന്ത്യ മുന്നണിയുടെ പിന്നെ അടുത്ത തവണ ഇന്ത്യ പിന്നെ കെ മുരളീധരൻ എന്തിനാ അങ്ങോട്ട് വന്നത്? ഇന്ത്യ മുന്നണി അങ്ങ് പിരിച്ചുവിട്ടാ. കാണാം. അങ്ങനെയൊക്കെയാണെങ്കിൽ നോക്കൂ, ഇവിടെ വർഗീയ ശക്തികൾ വരാൻ വോട്ട് നേടുന്നു എന്നുള്ള ഒരു സാഹചര്യം വന്നാൽ കേരളത്തിലെ മനുഷ്യരൊന്നിക്കും. നമ്മുടെ നാട്ടിൽ വർഗീയ ശക്തികൾ അധികാരത്തിൽ വരരുത് എന്ന് കരുതുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ടെന്ന് ഈ നാട്ടിൽ. സുനാമി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വരുന്നു എന്ന് പറഞ്ഞാൽ അല്ലല്ല, അതാണ് നിയമത്ത് സംഭവിച്ചത്. വട്ടിയൂർക്കാവില് നിങ്ങൾ വട്ടിയൂർക്കാവിൽ പോയിട്ട് പ്രശാന്തിനെതിരെ ഒന്ന് മത്സരിച്ചു നോക്ക്, അപ്പൊ അറിയാം. നിങ്ങൾ നിയമത്തോട് മത്സരിച്ചു നോക്കി, ഇനി അറിയാം. ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്നത് ഇപ്പോൾ നമ്മുടെ അറിവനുസരിച്ച് ഏറ്റവും പ്രമുഖനായ അയാളെ തന്നെ നിയമത്തിൽ നിർത്താൻ പോകുന്നത്, കഴക്കൂട്ടത്തിൽ നിർത്താൻ പോകുന്നത് പ്രമുഖനെയാണ്. പക്ഷേ കഴക്കൂട്ടത്തൊക്കെ നിങ്ങൾ ഗ്രാസ് റൂട്ടിൽ പ്രവർത്തനം തുടങ്ങി. ഈ പറയുന്ന CPM അവരുടെ സംഘടനാശേഷി പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ളൊരു സ്വപ്നം കാണുന്നതുകൊണ്ടുള്ള അർത്ഥമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം നമ്മുടെ മുമ്പിൽ റിയാലിറ്റിയിലെ കഴിഞ്ഞ തവണ 2021 തെരഞ്ഞെടുപ്പിൽ 42 ഇടങ്ങളിലാണ് 20,000-ന് പുറത്ത് LDF-ന് ഭൂരിപക്ഷമുള്ള സീറ്റുകളുള്ളത്. 42 60 മണ്ഡലങ്ങളിൽ ഏകദേശം 10,000-ന് മുകളിലാണ്. ആകെ 5,000-ന് മുകളിൽ ഭൂരിപക്ഷമുള്ള 14 മണ്ഡലങ്ങളേ ഉള്ളൂ. ആ 14 മണ്ഡലങ്ങളിലും MLA-മാർക്ക് ആന്റി ഇൻകുംബൻസി ഉണ്ടോ ഇല്ലയോ, ഇതാണ് ചോദ്യം. ആന്റി ഇൻകുംബൻസി ഉള്ള എത്ര MLA-മാരെ നമുക്ക് കാണാൻ പറ്റും? ഇപ്പോൾ പാലോട് രവിയുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരൊറ്റ MLA ഉള്ളൂ, കോവളത്ത് വിൻസെന്റ് മാത്രം. ബാക്കിയുള്ള 13 ഇടങ്ങളിലും LDF. അവിടെ ഓരോ MLA-മാരുടെ കോൺസ്റ്റിറ്റ്യുവൻസി എടുത്തു നോക്ക്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ MLA-മാരുടെ പെർഫോമൻസ് കാണാം. ലൈഫിൽ പദ്ധതി അനുവദിക്കുന്നത് ആരാ? ലൈഫിൽ പദ്ധതി അനുവദിക്കുന്നതാരാ? പറയേ. പദ്ധതി അനുവദിച്ച് പൂർത്തീകരിച്ച് കൊടുത്തത് നമ്മൾ ലൈഫിൽ പഞ്ചായത്ത് പദ്ധതി അനുവദിക്കണം. ആ പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ്. അവിടുത്തെ MLA ആരാ? അംബിക. ഇടപെട്ടത് ആരാ? MLA അംബിക, ഇടതുപക്ഷത്തിൽ. ഭരിച്ചതാരാ? UDF. പഞ്ചായത്തുണ്ട് ഇടുക്കിയിൽ. ഇടുക്കി ഇതേപോലെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടും സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചും ST ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം തുടങ്ങിയ ഒരു അംഗൻവാടി കെട്ടിടം അവിടെ വീട് നിൽപ്പുണ്ട്. ഭരിക്കുന്ന പഞ്ചായത്ത് ഏതാ? UDF. അവിടെ ഇടപെട്ടതാരാ? അവിടെ CPM. ഇതാണ് കാര്യം. അപ്പൊ അതുകൊണ്ട് നിലവിൽ ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഇവന്റ് മാനേജ്മെന്റ് ടീമായിട്ട് മാറും. ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കോൺഗ്രസ് വലിയ സ്ട്രാറ്റജി എല്ലാം കൊണ്ടുവരും. ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് കോൺഗ്രസ് അത് നടപ്പാക്കും. പക്ഷേ അത്തരം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇവന്റ് മാനേജ്മെന്റ് കൊണ്ട് ഒരു വലിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വിജയിക്കുക എന്നുള്ളത് ഏറെക്കുറെ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയ നേതാവിന്റെ പേരാണ് പാലോട് രവി. അതുകൊണ്ടാണ് പാലോട് രവി പറയുന്നത് ജനങ്ങൾ തമ്മിലൊരു കണക്ഷൻ വേണം, സംസാരിക്കാനൊരു വിഷയം വേണം. എന്ത് വിഷയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ഞാൻ നിശ്ചയമായും പറയുന്നു, കോൺഗ്രസ് എല്ലാ കാലത്തും അധികാരത്തിൽ വന്നിരിക്കുന്നത് ആന്റി ഇൻകുംബൻസിയുടെ തരംഗത്തിലാണ്. ഒരു ആന്റി ഇൻകുംബൻസി വികാരം അവിടെ ഉണ്ടെങ്കിൽ കോൺഗ്രസിന് അവിടെ അധികാരത്തിൽ വരാൻ പറ്റും. പക്ഷെ അതിനോടൊപ്പം കോൺഗ്രസിന് പറയാനൊരാളും പറയാനൊരു സന്ദേശവും വേണം. ഇവിടെ പറയാനൊരാൾ ആര് എന്നതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ആ ആളിനെ കണ്ടുവരണം. മാൻ വേണം, ഒരു മെസ്സേജ് വേണം, ഒരു മെഷീനറി വേണം. മെഷീനറിയുടെ അവസ്ഥയാണ് പാലോട് രവി പറഞ്ഞത്. മാനിന്റെ അവസ്ഥ ഇപ്പൊ തർക്കമാണ്. എന്നോടൊരു മെസ്സേജ് ഇല്ല. അല്ല, ഒരു ഘടകകക്ഷി നേതാവ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഘടകകക്ഷി നേതാവാണ്. ഇപ്രാവശ്യം മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പോൾ അവരോട് പറഞ്ഞു ഈ ബൂത്ത് പ്രസിഡന്റുമാരുടെ നമ്പർ ഒന്ന് തരണം കേട്ടോ. അപ്പം പുതിയ ബൂത്ത് പ്രസിഡന്റുമാരുടെ നമ്പറാണ്. അപ്പോൾ ഏകദേശം 270 ബൂത്ത് പ്രസിഡന്റുമാരുടെ നമ്പർ DCC അയച്ചു കൊടുത്തു. അങ്ങനെ ഈ മത്സരിക്കുന്ന ആൾക്കാർ ഓരോ ബൂത്ത് പ്രസിഡന്റുമാരെ വിളിക്കുകയാണ്. ഓരോ ബൂത്ത് പ്രസിഡന്റുമാരെ ഫോൺ എടുത്തിട്ട് പറയാണ്, നിങ്ങൾക്ക് ആരാ ഈ നമ്പർ പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് ബോഗസ് ആണ്. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. എങ്ങനെ സോഷ്യൽ മീഡിയ 300ഓളം ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കി. ആരാന്നറിയോ? ഒരു കമ്പനി. എന്നിട്ട് ഈ 300ഓളം ഫേസ്ബുക്ക് കമ്പനിക്ക് ഓരോ പേരിട്ടേക്കാണ്. ആ പേരിട്ടിട്ട് ഇങ്ങനെ സാധനം വിട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ജയിക്കുന്ന